ദുനിയാവിന്റെ മാക്സിമം ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്തിലേക്ക് ചില മനുഷ്യരെ കൊണ്ടുപോയി ഇടാണ്. പ്രത്യേകിച്ചും കാഫിരീങ്ങളായ മുകദ്ദിബീങ്ങളായ നന്ദികെട്ടവരായ ആളുകൾ അതിലേക്ക് കൊണ്ടുപോയി ഇടും. അലമുറയിട്ട് അവർ കരയുകയാണ്. വഹും യസ്തരിഖൂൻ, അവരിങ്ങനെ അലമുറയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഇതൊന്ന് പുറത്താക്കി തരുമോ? എന്തിനാ? നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തോളാം. ഇത് നമുക്കുള്ള ഉപദേശമാണ്. എത്ര വഅദ് കേട്ടാലും എത്ര ഉപദേശം കിട്ടിയാലും എന്തൊക്കെ കേട്ടാലും മനം മാറ്റമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിൽ വെച്ചവർ പറയും, ഞങ്ങൾ ചെയ്യാം, ഇനി റെഡിയാണ് റബ്ബേ, നഅമൽ സാലിഹാ, ഞങ്ങൾ ഇനി സൽക്കർമ്മം ചെയ്യാം. ഏത് സൽക്കർമ്മം? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ ഒഴിവാക്കിപ്പോയ കുറെ നന്മണ്ട്. ഒരു സ്വതക്ക, ഒരു 10 രൂപ കൊടുക്കാൻ മടിച്ചവർ, ഒരു ഈദ് കിസ്വയെ വിസ്മരിച്ചു പോയവർ, ഇസ്ലാമികമായ മഹത്തരമായ സ്ഥാപനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, ഭൂമി ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒട്ടനേകം സ്വതക്കാത്തുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ പൊട്ട് മടിക്കണ്ട പ്രിയപ്പെട്ടവരെ. അതുപോലെ പ്രാർത്ഥിക്കാൻ, തനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിച്ച് മറന്നു പോകുന്ന മനുഷ്യർ, വിട്ടുപോകല്ലേ. തൗബ ചെയ്യാൻ ഇനിയും വിട്ടുപോകല്ലേ. ഒരു കാര്യത്തിലും ഇനി നീ നിസാരമായി ഒരു നന്മയെയും ചെറുതായി കാണല്ലേ. നരകക്കാര് അവിടെ എത്തിയിട്ട് അവർ അതിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശഖവതുനാ, റബ്ബേ, ഞങ്ങൾക്ക് ദൗർഭാഗ്യം, ഞങ്ങൾക്ക് കൂടുതലായി, ഞങ്ങളെ അതിജയിച്ചു പോയി, കവിഞ്ഞുപോയി, ഞങ്ങൾക്ക് ഭാഗ്യമല്ല. ഇത്രയൊക്കെ ചാൻസ് ദുനിയാവിൽ തന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് എത്തിപ്പെട്ടത്. ഞങ്ങൾ ആരായിരുന്നു? വകുന്നാ ഖൗമല്ലാലീൻ, വഴിതെറ്റി ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. ഹറാമ് ശ്രദ്ധിച്ചില്ല, ഹലാലിനെ പരിഗണിച്ചില്ല, ഇസ്ലാമിക നിയമങ്ങൾക്ക് പുച്ഛമായ സമീപന രീതിയായിരുന്നു. അള്ളാന്റെ കലാം കേട്ടാലും അള്ളാന്റെ ആയത്ത് കണ്ടാലും ഞങ്ങൾക്കതിനോടൊക്കെ ഒരു പിഴച്ച രീതിയായിരുന്നു. ഞങ്ങൾ വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബേ, ഞങ്ങൾ ഒന്ന് പുറത്താക്കി തന്നാൽ ഫൈൻ ഉദ്നാ ഫൈനാ ളാലിമൂൻ, എന്നിട്ട് ഞങ്ങളും ഇനിയും പിഴച്ച് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ളാലിമീങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇനി പിഴക്കൂല റബ്ബേ, ഇനി ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് വിട്ടാ ഞങ്ങൾ നന്നാകാം. അള്ളാന്റെ മറുപടി, ഖാല ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അതൊന്ന് അർത്ഥം വെച്ച് വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്ക്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 106 മുതൽ 108 വരെയുള്ള ആയത്ത്. ഇഖ്സഊ ഫീഹാ, നിന്ദ്യരായി നരകത്തിൽ കഴിയാ. വലാ തുകല്ലിമൂൻ, ഇനി മിണ്ടിപ്പോകരുത്, ഇനി മിണ്ടരുത്. പറയാനുള്ള എല്ലാ ചാൻസും കഴിഞ്ഞു. പ്രാർത്ഥിക്കായിരുന്നു നിങ്ങൾക്ക്, നന്നാവായിരുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു.